Today we're presenting special made by the special location of Onam. You all have the honor and I do it. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹൃദയം നിറഞ്ഞ പൊന്നോണ ആശംസകൾ. അപ്പം ഇന്ന് ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ട് ഞാൻ നെയ് പായസം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മട്ടയരി നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം അരി അളന്ന അതേ ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് അടുപ്പത്ത് വെച്ചു. അതിന് ശേഷം അതിനകത്തോട്ട് 3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു കേട്ടോ. 3 ടീസ്പൂൺ നെയ്യൂടെ ചേർത്തതിന് ശേഷം അതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്തത് അരി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടി നല്ലതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുത്തു നമ്മുടെ പായസത്തിൻ്റെ ഒരു രുചിക്കൂട്ട്. അപ്പോൾ അരി തിളച്ച് വന്നപ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് അരി നല്ലതുപോലെ വറ്റിച്ചെടുത്തതിന് ശേഷം അരി ചോറാകണ്ട, അതിന് മുന്നേ ഉള്ള ഞെങ്ങുന്നൊരു പരുവം. അപ്പോൾ ഇത് ഞാനൊരു 1/2 കിലോ ശർക്കരയുടെ പാനി ചെയ്തു വെച്ചിരുന്നതാണ് നേരത്തെ. ആ ശർക്കര പാനിയും കൂടി ചേർത്ത് ബാക്കി ഉണ്ടായിരുന്ന നെയ്യും കൂടെ ചേർത്തു. അതിനുശേഷം ഏലക്ക പൊടിച്ചതും കുറച്ച് ചുക്കുപൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തു. അപ്പോൾ അതൊന്ന് വറ്റി വന്നം, അത് വറ്റി ശർക്കരപ്പാനിയെല്ലാം വറ്റിയിട്ട് നെയ്യ് തെളിഞ്ഞു വന്നം. കണ്ടോ, നെയ്യ് തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കും. കാരണം നെയ്യും ശർക്കരപ്പാനിയുടെ മധുരമാണ് ഈ പായസത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാ നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഒരുമാതിരി നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ പായസത്തിൻ്റെ മധുരം ഒന്ന് ടാലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു നുള്ളു ഉപ്പ് ചേർത്തു. ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പായസം ഒരുമാതിരി റെഡി ആയിട്ടോ. അപ്പോൾ ഇതാണ് പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കാരണം ഇതിരുന്ന് കുറച്ചുകൂടെ ഒന്ന് കുറുകും. അപ്പം തേങ്ങാക്കൊത്ത് ചേർക്കണം. തേങ്ങാക്കൊത്ത് ഇവിടെ ആർക്കും അത്ര വലിയ ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ കുറച്ച് ആൽമണ്ട് നെയ്യിൽ വറുത്തെടുത്താണ് ചേർക്കണം. അതും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെയ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പതിവ് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുക. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും നല്ലൊരു ഓണാശംസ നേരുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയായിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം കറി ടൗൺ.